അഭിനന്ദനങ്ങളോടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇരിങ്ങാലക്കുട ചാപ്റ്ററിന് ദൈവാനുഗ്രഹം ആശംസിക്കുകയാണ്. ഇരിങ്ങാലക്കുട പട്ടണം പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ് എന്ന് നാളിതുവരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സാംസ്കാരിക തലത്തിലെ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ തലങ്ങളിലെ പ്രവർത്തനങ്ങളും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ഈ പട്ടണം ഒരു എക്കോ ഫ്രണ്ട്ലി ടൗണാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിയെ കാത്തുരക്ഷിക്കാനും ശ്രമിക്കുന്ന പട്ടണം. എനിക്ക് ഇതോടൊപ്പം തന്നെ വലിയ അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് ആഗ്രഹമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇരിങ്ങാലക്കുട പട്ടണം സാമൂഹ്യ പ്രതിബദ്ധതയില്ല മറ്റു പട്ടണങ്ങളെക്കാൾ മുൻപന്തിയിലാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ പട്ടണത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന അഗതി മന്ദിരങ്ങൾ, അഭയഭവനായാലും പ്രതീക്ഷാഭവനായാലും അതുപോലെ തന്നെ പ്രൊവിഡൻസ് ഹോമായാലും ശാന്തി സദനമായാലും ജാതി മതഭേദമന്യേ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ ഉദാരമായിട്ടുള്ള സഹകരണം കൊണ്ട് നിലനിന്നു പോകുന്ന കേന്ദ്രങ്ങളാണ്. നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഈ ഇരിങ്ങാലക്കുട പട്ടണത്തില് നന്മ കാണിച്ചിട്ടുകൊണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസില് ഇവിടെ പാൽപരാഗും അതോടൊപ്പം തന്നെ ഹാൻസും തുടങ്ങിയിട്ടുള്ള വസ്തുക്കള് നിരോധിച്ചിട്ടുണ്ട്. അത് ഈ പട്ടണത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മുടെ MLA ആകട്ടെ, മുനിസിപ്പൽ ചെയർമാൻ, കൗൺസിലേഴ്സും ആകട്ടെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉദാരമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഈ പട്ടണത്തിലെ പോലീസ് സ്റ്റേഷൻ ജനമൈത്രിയില് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ഇതെല്ലാം പറയുന്നത് ഇന്ന് ഇവിടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇരിങ്ങാലക്കുട ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സ്ഥലം കൂടെ ഇവിടെ ആരംഭിക്കുക. ഈ പട്ടണത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കുന്ന മറ്റൊരു സ്ഥലം കൂടെ ഇവിടെ ആരംഭിക്കുക. തീർച്ചയായിട്ടും ഈ അവസരത്തില് ഈ ഇരിങ്ങാലക്കുട പട്ടണത്തിലെ പ്രബുദ്ധരായിട്ടുള്ള എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഈ വേദിയില് ഞാൻ ബഹുമാനപ്പെട്ട ചെറുമേലച്ചനെയും അതുപോലെ തന്നെ ജോസഫിനെയും ജോസിനെയും സെബാസ്റ്റ്യനെയും ഈ കിഡ്നി ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക. തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ വലിയൊരു തെളിവായിട്ട് നിലനിൽക്കുക. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇരിങ്ങാലക്കുട ചാപ്റ്ററിന്റെ ഉദ്ഘാടനമായിരുന്നു. എനിക്ക് അത് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ചെയ്തു. വളരെ വളരെ സന്തോഷം. അപ്പോ അച്ഛൻ ഏത് കാര്യത്തിനും വിളിച്ചാലും ഞാൻ ഓടിയിട്ടു. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തൊരു അവസ്ഥയാണ്. എനിക്ക് ഇത്തിരി ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഇത്തിരി അലർജിക് ആസ്മ ഉണ്ട്. അപ്പം ഭയങ്കര കഫക്കെട്ടും ചുമയും ഒക്കെ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പോക്ക് നടക്കില്ല. കുഞ്ഞിനെ കഴിഞ്ഞപ്പോഴത്തേന് ഒന്ന് ഫ്രഷായി. അപ്പൊ ഫാദറിന്റെ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇവിടെ എപ്പോ വിളിച്ചാലും ഞാൻ ഉണ്ടായിരിക്കും. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഞാൻ ചെയ്യും എന്നുള്ളത് ഞാൻ വാക്ക് കൊടുക്കുന്നു, ബാധിച്ചായിരുന്നു. പിന്നെ എന്താ പറയാ, ഞാൻ ഒരുപാട് വർഷം മദ്രാസ്, ഇപ്പോഴത്തെ ചെന്നൈയിലായിരുന്നു. അത് അന്ന് തിരുമല എവിടെയായിരുന്നു, അവിടെയായിരുന്നു. അത്രയേ ഉള്ളൂ. 18 വർഷമായി അയൽവക്കമാണ്. അയൽവക്കം എന്ന് പറഞ്ഞാൽ ആലുവയിലാണ്. ആലുവ പുഴയുടെ തീരത്തിൽ കുറച്ച് വീടൊക്കെ വെച്ച് ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പൊ ഈ ആലുവയിൽ ഒരു അനാഥാലയമല്ല, ഈ തെരുവ് കുഞ്ഞുങ്ങളെ എടുത്ത്
വളർത്തി വേണ്ടിയിട്ടാണ് ജനസേവ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ഒപ്പിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ കുറെ ആൾക്കാരൊക്കെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കൃഷ്ണയെ പോലെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു കുറച്ച് ഞാൻ ചെന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആരെയും കാണാനില്ലായിരുന്നു. അപ്പൊ ചാനലുകാരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് കൃഷ്ണയ്യർ രാജിവെച്ച് പോയത്? ഞാൻ പറഞ്ഞു, കൃഷ്ണയ്യർ രാജിവെച്ച് പോയത് എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം. പക്ഷെ ഞാൻ പോവില്ല. അവിടെ ഒരു അഴിമതിയില്ല, ഒരു കാര്യവുമില്ല. അവിടെ വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതും. എന്നോട് പറഞ്ഞാൽ ഒരു 10 കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ വീട്ടിൽ വെച്ച് നോക്കാൻ പറഞ്ഞാൽ എന്നെ ഉണ്ടാവില്ല. ഇതിൽ 100-400 കുട്ടികളെ അതുങ്ങൾക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതും അയാളുടെ മനസ്സിൽ ഒരു നന്മയില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കൃഷ്ണയ്യരും ജസ്റ്റിസ് ശ്രീദേവിമാരും എല്ലാവരും തിരിച്ചു വന്നു. പക്ഷെ ഞാൻ അന്നും എന്നും ഉണ്ടായിരുന്നു. ഞാൻ മാറില്ല എന്ന് ചാനലുകാരോട് പറയുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ ഫാദറിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ടാവും. എന്നൊരു നന്മ നിറഞ്ഞ കാര്യത്തിന് ക്ഷണിച്ചത് വളരെ സന്തോഷം.